തലസ്ഥാനത്ത് അരും കൊല നടന്നിരിക്കുന്നു. യുവാവിനെ 2 പേർ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തിയിരിക്കുകയാണ്. ബാറിൽ വെച്ചുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. തിരുവല്ലം വണ്ടിത്തടം സ്വദേശി സുമനാണ് മരിച്ചത്. സഹോദരങ്ങളായ അച്ചു, അനന്തു എന്നിവർ പോലീസ് പിടിയിലായി. തിരുവല്ലം സ്വദേശിയായ യുവാവാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഈ രാത്രിയിൽ ബാറിന് പുറത്ത് ഇത്രയും ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ആരും അവിടെ കണ്ടില്ല എന്നാണോ, ആരും ഇടപെട്ടില്ല എന്നാണോ ഹരിമോഹൻ മനസ്സിലാക്കേണ്ടത്? സ്മൃതി, അതിക്രൂരമായിട്ടുള്ള കൊലപാതകമായിരുന്നു. അതിൽ ഈ ബാറിൽ വെച്ചുണ്ടായ ഒരു ചെറിയ വാക്കേറ്റം, ആ വാക്കേറ്റമാണ് റോഡിലേക്ക് നീണ്ടതും പിന്നീട് അത് ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചതും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ രാത്രി 12 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. 11 മണിയോടുകൂടി തന്നെ ഒരു കൂട്ടം ചെറുപ്പക്കാർ വിഷു ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് ബാറിലെത്തിയതായിരുന്നു. അവർ തമ്മിൽ ചെറിയ വാക്കേറ്റം ബാറിനകത്ത് വെച്ച് നടക്കുകയാണ്. അതായത് മുക്കോലയിലുള്ള ബാറാണ്. അവിടെ വെച്ച് 11 മണിയോടുകൂടി ഈ എത്തിയ ചെറുപ്പക്കാരും മറ്റു ചിലരും തമ്മിൽ ചില വാക്കേറ്റം നടക്കുന്നു. ആ വാക്കേറ്റത്തിൽ ഇടപെടാൻ വേണ്ടി ആ സമയത്ത് ബാറിലുണ്ടായിരുന്ന ഇപ്പോൾ കൊല്ലപ്പെട്ട സുമൻ അതിൽ ഇടപെടുകയാണ്. ആ ഇടപെട്ടത് അതൊരു സംഘർഷത്തിലേക്ക് മാറുന്നു. അതായത് ഈ അച്ചു എസ് ബാബു, അനന്തു എന്ന് പറയുന്ന 2 സഹോദരങ്ങൾ ഈ പറയുന്ന വാക്കേറ്റത്തിലുണ്ടായിരുന്നു. മറുവശത്തുണ്ടായിരുന്നത് ഒരു ഫോട്ടോഗ്രാഫറായിട്ടുള്ള ഷാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു. ഇവർ തമ്മിലായിരുന്നു ഈ വാക്കേറ്റം ഉണ്ടായത്. അപ്പോൾ ഈ സുമൻ ഇതിൽ ഇടപെടുകയും ഷാനിന്റെ പക്ഷത്ത് നിൽക്കുകയും ചെയ്തു. തുടർന്ന് ആ വാക്കേറ്റം ചെറിയൊരു സംഘർഷത്തിലേക്ക് നയിക്കുന്നു. അങ്ങനെ ആ സംഘർഷത്തിനിടെ അനന്തു എന്ന് പറയുന്ന, അതായത് അച്ചുവിന്റെ സഹോദരനായ അനന്തുവിന് മർദ്ദനമേറ്റു എന്നുള്ള ആരോപണം വരികയും തുടർന്ന് ആ സംഘർഷം വലിയ രൂപത്തിലേക്ക് മാറുകയും ചെയ്തു. അതായത് ബാറിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ശ്രമിച്ച സുമനെ പിന്തുടർന്നുകൊണ്ട് ഈ അച്ചുവും അനന്തുവും ചേർന്നുകൊണ്ട് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. റോഡിൽ തള്ളിയിട്ട് നെഞ്ചിലും മുഖത്തും ഇടിച്ചും കഴുത്തിലും പല പ്രാവശ്യം ചവിട്ടുകയും ചെയ്തു എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുകയാണ്. ആവർത്തിച്ച് ചവിട്ടുകയാണ് നെഞ്ചിൽ. അതായത് എത്ര മർദ്ദിച്ചിട്ടും എത്ര ഇടിച്ചിട്ടും ചവിട്ടിയിട്ടും ഒന്നും മതിയാകാതെ പ്രതികൾ ആവർത്തിച്ചത് ചെയ്യുന്നു. മാത്രമല്ല ദൃശ്യങ്ങളിൽ പറയുന്നുമുണ്ട്, തൻ്റെ സഹോദരനെ മർദ്ദിച്ചില്ലേ, തൻ്റെ അനിയനെ മർദ്ദിച്ചില്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആവർത്തിച്ച് അച്ചുവിൻ്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു പ്രകോപനം ഉണ്ടാകുന്നത്. ഇവർ 2 പേരും ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അച്ചുവും അതുപോലെ തന്നെ അനന്തുവും 2 പേരും സഹോദരങ്ങളാണ്. ഒപ്പം തന്നെ മറ്റു 2 പേരെ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ സമയത്ത് ബാറിലുണ്ടായിരുന്ന സൂര്യജിത്ത്, കൃഷ്ണപ്രസാദ് 2 പേരും നിലവിൽ കസ്റ്റഡിയിലുണ്ട്. പക്ഷേ 2 പേരുടെ ഈ സഹോദരങ്ങളുടെ അറസ്റ്റ് മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏകദേശം ഒരു 12:15 ഈ കൊലപാതകം ഉണ്ടാകുന്നത്. ഈ കൊലപാതകം ഉണ്ടായി ഈ വഴിയിൽ സുമൻ ഈ അബോധാവസ്ഥയിൽ, അതായത് മർദ്ദനമേറ്റ് മൃതപ്രായനായി കിടക്കുന്ന സമയത്താണ് ഒരു വാഹനം അതുവഴി വരികയും ഉടൻ തന്നെ അവർ ഇറങ്ങി ഈ സുമനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ചെയ്തു. പക്ഷേ ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ക്രൂരമായി തന്നെ ആവർത്തിച്ച് മർദ്ദിച്ചു എന്നുള്ളത് തന്നെയാണ് ആ മരണത്തിന് കാരണമായത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗുഡ് മോർണിംഗ് സ്മൃതി. പറഞ്ഞതുപോലെ അതിക്രൂരമായ ഒരു കൊലപാതകം തന്നെയാണ് തിരുവനന്തപുരത്ത് നടന്നത് എന്നതാണ്. വിഴിഞ്ഞത്തെ ഒരു ബാറിൽ വെച്ചുണ്ടായ സംഘർഷമാണ്. ബാറിനടുത്ത് അകത്ത് വെച്ച് 2 വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നു. അതായത് സഹോദരങ്ങൾ ഉൾപ്പെട്ട, ഇപ്പോൾ ഈ കാണുന്ന സുമനെ കൊന്ന 2 പേർ ഉൾപ്പെട്ട സംഘവും ഈ പറയുന്ന മരിച്ച സുമന്റെ നേതൃത്വത്തിലുള്ള സംഘവും തമ്മിലുള്ള വാക്കേറ്റം, കയ്യാങ്കളി, അടിപിടി അതിലേക്കൊക്കെ പോകുന്നു. അത് പിന്നീട് ബാറിന് പുറത്തേക്കും നീങ്ങുന്നു എന്നുള്ളതാണ്. സ്മൃതി, ഇതിലൊരു ഗുരുതരമായ ഒരു കാര്യം, ഇപ്പോൾ പുറത്തു വന്ന ദൃശ്യങ്ങൾ അത് CCTV ദൃശ്യങ്ങളല്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ ആ ബാറിലെ ജീവനക്കാരോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവരോ ആരെങ്കിലും പകർത്തിയ ദൃശ്യങ്ങളായിരിക്കണം ആ ദൃശ്യം. അതായത് മൊബൈൽ ഫോണിലാണ് ആ ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത്. ആ സമയത്ത് പോലും ഒരു യുവാവിനെ 2 പേർ ചേർന്ന് ചവിട്ടി കൊലപ്പെടുത്തുന്നത് കണ്ടിട്ടും പിടിച്ചു നീക്കാൻ പോലും പോയില്ല എന്നുള്ളത് ഗുരുതരമായ ഒരു കാര്യം തന്നെയാണ്. എന്തായാലും നടു റോട്ടിൽ വെച്ചാണ് അത് സംഭവിച്ചിരിക്കുന്നത് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല സ്മൃതി, അത് മദ്യത്തിൻ്റെ ലഹരിയിലാണ് ചെയ്യുന്നത് എന്നുള്ളത് വ്യക്തവുമാണ്. ഒരു മുൻകൂട്ടിയുള്ള വേറൊരു തരത്തിലുള്ള വൈരാഗ്യമോ നേരത്തെ എന്തെങ്കിലും ഉണ്ടായ ഒരു പ്രശ്നമോ അതൊന്നുമായിട്ട് അത് മനസ്സിലാകുന്നില്ല. എന്തായാലും കൂടുതൽ വിവരങ്ങൾ പോലീസിൻ്റെ അന്വേഷണത്തിൽ നമുക്ക് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാൻ കഴിയും. എന്തായാലും നിലവിലുള്ള സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലായത്, ബാറിൽ വെച്ച് 2 വിഭാഗങ്ങൾ തമ്മിൽ അടികൂടിയിരുന്നു. ആ അടി പിന്നീട് ബാറിന് പുറത്തേക്ക് നീങ്ങി. അങ്ങനെ പുറത്തേക്ക് നീങ്ങിയപ്പോഴാണ് അതിൽ ഒരു സഹോദരനെ ഈ പറയുന്ന കൊല്ലപ്പെട്ട ആൾ മർദ്ദിച്ചു എന്ന് അവർ തന്നെ പറയുന്നത്. ആ വീഡിയോയിൽ അവരുടെ അവസാന ഭാഗത്ത് അത് പറയുന്നുമുണ്ട്, എൻ്റെ ചോരയാണ് അടിച്ചത്, അപ്പോൾ നിങ്ങളൊന്നും നോക്കിയില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് പൂർണ്ണ മദ്യലഹരിയിലായിരുന്നു ഈ 2 പേരും എന്നുള്ളതാണ്. ഏതാണ്ട് ആ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ, ഇപ്പോൾ പ്രേക്ഷകരെ നമ്മൾ കാണിക്കുന്നത് ബ്ലഡ് ചെയ്തുള്ള വിഷ്വലാണ്, അല്ലാത്ത ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ആ സ്ഥലത്ത് വെച്ച് തന്നെ ആ യുവാവ് മരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത്ര
അത്ര ഭീകരമായ മർദ്ദനമായിരുന്നു. പക്ഷെ അത്രയും ആളുകൾ അത് കാണുന്നുണ്ടായിരുന്നു എന്ന കാര്യം ഉറപ്പാണ്. രാത്രി 12 മണി കഴിഞ്ഞിട്ടുള്ള സമയമാണെങ്കിൽ പോലും ശ്രുതി. പക്ഷേ ആ സമയത്ത് പിടിച്ചു നിൽക്കാനോ ഒന്നും ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പലയിടങ്ങളിലായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അവസാനിപ്പിക്കാതെ മർദ്ദിച്ചുകൊണ്ടേയിരിക്കുന്നതിലും ആ യുവാവ് കൊല്ലപ്പെട്ടു എന്നുള്ള ദാരുണമായ സംഭവം അത് മുഴുവൻ CCTV-യിൽ പതിയുകയും ചെയ്തിരിക്കുന്നു. ഹരിമോഹനും TV പ്രസാദുമാണ് വിവരങ്ങൾ നൽകിയത്.